ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. പച്ചമാങ്ങ വാങ്ങിയാൽ ഏറ്റവും രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മാങ്ങാക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം. അപ്പോൾ ഇത് 150 ഗ്രാം അളവിലാണ് ഉള്ളത്. ഇതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ മാങ്ങയെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കറിവേപ്പില, 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏത് ചട്ടിയിലാണോ നമ്മൾ കറി തയ്യാറാക്കുന്നത് അതിലേക്ക് 1.5 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് കൈവച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മാങ്ങാക്കറിക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ കൈവച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എരിവ് താങ്ങാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എരിവ് പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലേ ഒന്ന് സവാള നന്നായിട്ട് തന്നെ കൈവച്ച് ഉടച്ച് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് മുളക് പൊടിയും പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 2 തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയിൽ 1 തേങ്ങ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. 1.5 കപ്പ് അളവിലുള്ള 2 തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. 1 തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വീണ്ടും നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർക്കാനായിട്ടുണ്ട്. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നേരെ തന്നെ നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ല രീതിക്ക് നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സവാളയും മാങ്ങയൊക്കെ നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ 1 പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള 1 പാലാണ്. 1 പാൽ ചേർക്കാം. 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കറി തിളയ്ക്കാൻ വേണ്ടി പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. മൺചട്ടി ആയതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പോൾ നമ്മുടെ കറി വീണ്ടും നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും 5 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. കൂടെ ഒരൽപ്പം കറിവേപ്പിലയും കൂടി. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടിയും കൂടി. ഇനി നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നേരെ തന്നെ ഈ ചൂടോട് കൂടിയിട്ട് ഈ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതായത് മാങ്ങയൊക്കെ 1-2 പീസായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കറി നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി കിട്ടും. ഞാൻ ഈ പറഞ്ഞ അളവുകളോടുകൂടി നിങ്ങൾ ഈ കറി തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്കമാലി കല്യാണങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാനാകാത്തൊരു മാങ്ങാക്കറിയാണിത്. വളരെ രുചികരമായിട്ട് ചെറിയൊരു സ്വീറ്റിൻ്റെ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ചെറിയൊരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ചെറിയ പുളിയും എരിവും ഒക്കെ ആയിട്ട് വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.